ഹലോ ഗൈസ്, ഈ തിരക്ക് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി നമ്മൾ ഏത് പൂരത്തിന് പോകണം. അങ്ങോട്ട് കാവശ്ശേരി നടക്കുന്ന പൂരത്തിന് ഒറ്റപ്പാലം മുതൽ ബ്ലോക്കാണ്. പിന്നെ നമ്മൾ എങ്ങനെയൊക്കെയാണ് ബ്ലോക്ക് പെട്ട് അവിടെ എത്തിക്കണം. വണ്ടി നമ്മളൊരു പാടത്തിൻ്റെ അവിടെ വെച്ചിട്ട് ഈ ചേട്ടന്മാരൊപ്പം പിടിച്ചത് നോക്കുമ്പോൾ ഇവിടുന്ന് പുഴ കിടക്കണേ. അപ്പോഴേക്കും വെടിക്കെട്ടും തുടങ്ങി. പിന്നെ ഈ പുഴ അങ്ങോട്ട് കടന്നാലേ നമുക്ക് അപ്പുറത്തേക്ക് പോകാൻ പറ്റുള്ളൂ. പുഴ കാണുന്ന പോലെ അല്ല, നല്ല വഴുക്കലുണ്ട്. കുറച്ച് ആൾക്കാർ അപ്പുറത്തേക്ക് കടന്നു, ഇനി നമ്മളപ്പുറത്തേക്ക് കിടക്കണം. ഭയങ്കര വഴുക്കലുണ്ട്. അപ്പോൾ നോക്കിയിട്ട് വേണം പോകാൻ. ഇപ്പോൾ ഇവിടെ തന്നെ ആടി കളിച്ചിട്ടാണ് പോകണം കേട്ടോ. ഇപ്പോൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അവിടെ എത്തൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മളെ തേച്ചിട്ടോ, അപ്പുറത്തൊരു ഡാം ഉണ്ടായിരുന്നു, നമ്മളത് കണ്ടില്ല. ഒരു പെണ്ണ് സെറ്റ് ആയപ്പോ തന്നെ ഈ ഷർട്ട് തന്നെ കേട്ടോ. ഏതൊരു പെണ്ണ് ഈ ഷർട്ട് ഇട്ടപ്പോ നോക്കി അപ്പൊ തന്നെ മൂക്കുകള്. പിന്നെ അവിടെ നമ്മൾ വന്ന് കയറിയത് വേറെ ഏതൊക്കെ അവൻ്റെ അങ്ങോട്ടോ. നമ്മുടെ അവിടുത്തെ കുതിരകളെ പോലെ ഇവിടുത്തെ കുതിരകൾ കുറച്ച് വെറൈറ്റിയാണ് കേട്ടോ. പിന്നെ നമ്മളൊരു കുപ്പി വെള്ളം പിടിച്ച് നേരെ വെടിക്കെട്ട് പൊട്ടണോടത്തേക്ക് വിട്ടു. തിരക്ക് എന്നൊക്കെ പറഞ്ഞാൽ ഒരുമാതിരി തിരക്ക്, കാല് കുത്താൻ പോയ സ്ഥലമില്ല കേട്ടോ. പിന്നെ വെടിക്കെട്ട് തുടങ്ങാറായി. വെടിക്കെട്ട് എന്ന് പറയാണ്ടോ, ഒരുമാതിരി വെടിക്കെട്ട്. പിന്നെ നമ്മളവിടെ നിന്ന് ഇറങ്ങിട്ടോ. പിന്നെ നേരെ ബേബിയുടെ അളീൻ്റെ വീട്ടിൽ പോകുമ്പോൾ അടുത്ത വെടിക്കെട്ട് പൊട്ടി. ഈ വെടിക്കെട്ട് വെച്ചാൽ നിൽക്കണേല്ലേ, അത് ഏത് ദേശത്തിലേന്ന് അത് ഒരുമാതിരി പൊട്ടലായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ബേബിയുടെ അങ്ങോട്ടുള്ള വഴി നോക്കിക്കൊണ്ടിരിക്കുന്നു. നമുക്കാണെന്ന് വഴി അറിയില്ല. പിന്നെ പോണ വഴിയിൽ ഏതായാലും ബൈക്ക് കിടക്കണം കനാലിൽ. വെള്ളം വരും നോക്കാൻ വേണ്ടി അടിച്ചോട്ടോ. ഇതിലാണെച്ചാൽ വെള്ളം വരുന്നത്, നമ്മളാണെച്ചാൽ 100 അടി അടിച്ചാലും വെള്ളം വരില്ല. പിന്നെ നമ്മൾ എങ്ങനെയൊക്കെ തപ്പിപ്പിടിച്ച് ബേബിയുടെ വീട്ടിലെത്തിയിട്ടോ. ആ വരണാട്ടോ ബേബി കേട്ടോ. ബേബിയുടെ അവിടെ എത്തിയപ്പോഴേക്കും ചോറ് കിട്ടിയപ്പോഴേക്കും കുറച്ച് സമാധാനമായി. ഈ കാണാട്ടോ ബേബിയുടെ ഭാര്യ. ഒന്ന് ഊണ് വെച്ചിട്ട് അവിടെ അങ്ങനെ കടന്നു. അതൊരു 1.5 കടത്തായിരുന്നു കേട്ടോ. അപ്പോൾ വീഡിയോ അത്ര ഉണ്ടായിരുന്നുള്ളൂ. ബൈ.